എക്സലൻ്റ് ക്യാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. എക്സൽ വർക്ക്ഷീറ്റുകളിലുള്ള സീറോ വാല്യൂസിനെ ഹൈഡ് ചെയ്യാനുള്ള 3 വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യത്തെ മെത്തേഡ്, ഈ വർക്ക്ഷീറ്റിലുള്ള എല്ലാ സീറോ വാല്യൂസിനെയും ഹൈഡ് ചെയ്യാനായിട്ട് ഫയൽ ടാബിൽ പോവുക, ഓപ്ഷൻസ്, എക്സൽ ഓപ്ഷൻസ് എന്ന ഡയലോഗ് ബോക്സിൽ അഡ്വാൻസ്ഡ്, താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഡിസ്പ്ലേ ഓപ്ഷൻസ് ഫോർ ദിസ് വർക്ക്ഷീറ്റ് എന്ന ഹെഡിങ്ങിന് താഴെ ഷോ എ സീറോ ഇൻ സെൽസ് ദാറ്റ് ഹാവ് എ സീറോ വാല്യൂ എന്ന ലേബലിന് നേരെയുള്ള ഈ ചെക്ക് ബോക്സ് അൺമാർക്ക് ചെയ്യാം. ഇനി ഞാൻ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെയുള്ള സീറോ വാല്യൂസ് ഹൈഡ് ചെയ്യപ്പെട്ടത് കാണാം. രണ്ടാമത്തെ മെത്തേഡ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ചുള്ളതാണ്. സെല്ലുകൾ സെലക്ട് ചെയ്യുക, ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽസ് റൂൾസ്, ഈക്വൽ ടു 0. നോക്കുക, സീറോ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സെല്ലുകളും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം. പക്ഷെ നമുക്കിതല്ല ഇവിടെ വേണ്ടത്, സീറോ വാല്യൂസിനെ ഹൈഡ് ചെയ്യാണ് വേണ്ടത്. ആ ഫോർമാറ്റിംഗ് ഡിഫൈൻ ചെയ്യാനായിട്ട് കസ്റ്റം ഫോർമാറ്റ് സെൽസ് എന്ന ഡയലോഗ് ബോക്സിൽ ഫോണ്ട് എന്ന ടാബിൽ അവൈലബിൾ ആയിട്ടുള്ള കളറുകളുടെ ഓപ്ഷനിൽ നിന്നും വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളറുള്ള സെല്ലിൽ വൈറ്റ് ഫോണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് കാണാൻ സാധിക്കില്ല. വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു തവണ കൂടി ഓക്കെ. നോക്കുക, സീറോ വാല്യൂസ് എല്ലാം ഹൈഡ് ചെയ്യപ്പെട്ടു. മൂന്നാമത്തെ മെത്തേഡ് കസ്റ്റം നമ്പർ ഫോർമാറ്റ് ഉപയോഗിച്ചുള്ളതാണ്. സെല്ലുകൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് സെൽസ്, കസ്റ്റം. ഇതിന് മുമ്പത്തെ ചില വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. എക്സലിലെ നമ്പർ ഫോർമാറ്റിന് 4 പാർട്ടാണുള്ളത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സെമിക്കോളൻ, ഈ പാർട്ട് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ്, ഒരു തവണ കൂടി. ഈ കാണുന്നതാണ് എക്സൽ നമ്പർ ഫോർമാറ്റിൻ്റെ സ്ട്രക്ചർ. ഇതിൽ ആദ്യത്തെ പാർട്ട് പോസിറ്റീവ് വാല്യൂസിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നത് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം ഒരു സെമിക്കോളൻ. രണ്ടാമത്തെ പാർട്ട് നെഗറ്റീവ് വാല്യൂസിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നത് ഡിഫൈൻ ചെയ്യാനുള്ളത്. ശേഷം ഒരു സെമിക്കോളൻ. മൂന്നാമത്തെ പാർട്ട് സീറോസിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്യാനുള്ളത്. വീണ്ടും ഒരു സെമിക്കോളൻ. അതിനുശേഷം നാലാമത്തെ പാർട്ട് ടെക്സ്റ്റിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് ഡിഫൈൻ ചെയ്യാനുള്ളത്. സോ ഈ നമ്പർ ഫോർമാറ്റിലെ മൂന്നാമത്തെ പാർട്ടിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് സീറോ വാല്യൂസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ മൂന്നാമത്തെ പാർട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെയുള്ള സീറോ വാല്യൂസ് ഹൈഡ് ചെയ്യപ്പെട്ടു. ഇനി ഇങ്ങനെ സീറോ വാല്യൂസിനെ ഹൈഡ് ചെയ്യുന്നതിന് പകരം ഒരു ഹൈഫനോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റോ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് സെൽസ്. രണ്ടാമത്തെ സെമിക്കോളൻ കഴിഞ്ഞ് വരുന്ന പാർട്ടാണ് സീറോയ്ക്ക് വേണ്ടിയുള്ളത്. ഇവിടെ ഡബിൾ കോട്ട്സ്, ഹൈഫൻ മാത്രം മതിയെങ്കിൽ ഡബിൾ കോട്ട്സ് ഉപയോഗിക്കുക. ഇനി അതല്ല, ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ NA എന്ന ടെക്സ്റ്റ് ഉപയോഗിക്കുന്നു, ഹൈഫൻ, ഡബിൾ കോട്ട്സ്. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ സീറോ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ NA എന്ന ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഞാനിവിടെ ഷെയർ ചെയ്ത എക്സൽ ടിപ്പ് പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.